ഹേ ഗായ്സ്, നമുക്കിന്ന് 2019 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഫാന്റസി ആനിമേറ്റഡ് മൂവിയായ റൈഡ് യുവർ വേവിന്റെ എക്സ്പ്ലനേഷൻ കണ്ടാലോ? വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. തുടക്കത്തിൽ തന്നെ കടലിലേക്ക് നോക്കി നിങ്ങളെ ഞാൻ മിസ് ചെയ്തെന്റെ പൊന്നു തിരകളെ എന്ന് കൂവി വിളിച്ച് സർഫിംഗ് ബോർഡുമായി കടലിലേക്ക് തിരിക്കുന്ന കഥാനായിക ഹിനാക്കോനെയാണ് കാണിക്കുന്നത്. അവൾ ഭയങ്കര സന്തോഷത്തോടെ കടലിലെ തിരമാലകളിലൂടെ സർഫ് ചെയ്യാൻ തുടങ്ങി. ഇവളെയും നോക്കി നമ്മുടെ കഥാനായകൻ നിൽപ്പുണ്ട്. ഇവനാണ് മിനാത്തോ. ചെക്കൻ ഒരു ഫയർ ഫൈറ്റർ ആണ്. ഹിനാക്കോ സർഫിംഗ് ചെയ്യുമ്പോഴെല്ലാം ഓഫീസിന്റെ മുകളിൽ നിന്ന് അവൻ അവളെ നോക്കി നിൽക്കാറുണ്ട്. അവന്റെ ഈ നിപ്പ് കണ്ട് ജോലിയിൽ അവന്റെ ജൂനിയറായ വസാബി നിനക്ക് ആ പെണ്ണിനെ അറിയാമോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അവൻ ചിരിച്ചുകൊണ്ട് അവൾ എന്റെ ഹീറോ ആണ് എന്ന് പറയാണ്. സർഫിംഗ് ഇഷ്ടമായോണ്ട് തന്നെ ഈ കടൽക്കരയിലേക്ക് പഠിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് ഹിനാത്തോ. അവൾ ആ കുട്ടി അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ ട്രെയിനിങ് സെക്ഷനിൽ പെടാപ്പാടുപെടുന്ന വസാബിനെയാണ് കാണിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ഓസ് വിട്ടുപോയി. അപ്പോ വഴിയിൽ നിന്ന നമ്മുടെ ഹിനാത്തോന്റെ ദേഹത്തേക്ക് വെള്ളം വീണു. വസാബി ഓടിച്ചെന്ന് അവളോട് സോറി പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാൻ സിംസ് ഇട്ടിട്ടുണ്ട്, ഞാൻ നന്നിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ഇത് തന്റെ സീനിയർ വായി നോക്കാറുള്ള കുട്ടിയാണെന്ന് വസാബിക്ക് മനസ്സിലായത്. ഹിനാക്കോ അവളുടെ ടവല് അവന് കൊടുത്തു. അവൾ ഇവിടേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്കുള്ള ഡയറക്ഷൻ മറന്ന് ചുറ്റിത്തിരിവായിരുന്നു അവള്. അവൾ അവനോട് അപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ ചോദിച്ചു. അവനും കറക്റ്റായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം രാത്രി സിറ്റിയിലെ ഫയർ വർക്ക്സ് കാരണം നമ്മുടെ ഹിനാക്കോന്റെ ബിൽഡിങ്ങില് തീ പിടിക്കുകയാണ്. വിവരമറിഞ്ഞ് മിനാത്തോയും ബാക്കി ഓഫീസേഴ്സും അവിടേക്ക് വന്ന് തീ അണയ്ക്കാൻ തുടങ്ങി. ഹിനാക്കോ ഒഴികെ ബാക്കി എല്ലാവരും ബിൽഡിങ്ങിന്റെ പുറത്ത് എത്തിയിരുന്നു. താഴെയെല്ലാം തീ പടർന്നത് കൊണ്ട് തന്റെ സർഫിംഗ് ബോർഡും കയ്യിൽ പിടിച്ച് അവൾ റൂഫ് ടോപ്പിലേക്ക് ഓടിക്കയറി. അവളെ മുകളിൽ കണ്ടതും മിനാത്തോ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ആദ്യമായിട്ടാണ് അവൾ അവനെ കാണുന്നത്. അവൾക്ക് അവനെ കണ്ടപ്പോഴേ എന്തോ സ്പാർക്ക് അടിച്ചു. താഴെ സേഫ് ആയിട്ട് എത്തിച്ചതിന് അവൾ അവനോട് നന്ദി പറയും. നിനക്ക് ഈ ബോർഡ് ഭയങ്കര ഇഷ്ടാണല്ലേ? നീ കടലിൽ സർഫ് ചെയ്യുന്നത് റൂഫ് ടോപ്പിൽ നിന്ന് ഞാൻ കാണാറുണ്ട്. ഇനി എപ്പോഴെങ്കിലും കാണാം. ശരി. അവൻ ഇത് പറഞ്ഞ് പോവാൻ തുടങ്ങിയതും അടുത്ത തവണ ദൂരെ നിന്ന് നോക്കാതെ നീയും എന്റെ കൂടെ വാ. എങ്ങനെ വേവ്സിനെ റൈഡ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് സന്തോഷത്തോടെ ഹിനാക്കോ പറഞ്ഞു. അവനും അതിന് ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് അവൻ ഹിനാക്കോനെയും കൂട്ടി കടലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് താൻ കുട്ടിക്കാലത്ത് ഇവിടെ ആയിരുന്നെന്നും അച്ഛന്റെ ബിസിനസ് കാരണം മാറി താമസിക്കേണ്ടി വന്നതാണെന്നും അവള് പറഞ്ഞു. ശേഷം അവനൊരു പാട്ട് പ്ലേ ചെയ്തു, മൈ ബ്രാൻഡ് ന്യൂ സ്റ്റോറി. ഈ പാട്ട് രണ്ടാൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഈ പാട്ടിന് കഥയില് ഒരുപാട് ഇമ്പോർട്ടൻസും ഉണ്ട്. അങ്ങനെ അവർ കടലിലെത്തി സർഫിംഗ് തുടങ്ങി. ചെക്കൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എങ്കിലും പയ്യെ പയ്യെ അവൻ ഇംപ്രൂവ് ആക്കി. സർഫിംഗ് കഴിഞ്ഞ് കടൽ തീരത്ത് വെച്ച് അവൾക്ക് രുചിയുള്ള സാൻഡ്വിച്ചും കോഫിയും ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് അവർ ഡിന്നർ കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ വെച്ച് ഹിനാക്കോ പറയുന്നുണ്ട്, ഞാൻ അപകടത്തിൽ പെടുമ്പോഴൊക്കെ നീ എന്നെ മുന്നത്തെ പോലെ വന്ന് രക്ഷിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവൻ ഇത് കേട്ടതും അവളുടെ അടുത്തേക്ക് നീങ്ങി. അത് ഉറപ്പല്ലേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും എന്ന് മറുപടി പറഞ്ഞു. അവൾ ഇത് കേട്ട് ബ്ലഷായി. അവർ അധികം വൈകാതെ തന്നെ പ്രണയത്തിലാകും. അവർ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും തുടങ്ങി. പിന്നീട് മിനാത്തോ തന്റെ അനിയത്തിയെ ഹിനാക്കോന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് യോക്കോ. ചേട്ടനും കാമുകിയും കൂടെ സൊള്ളുന്നത് കണ്ട് ക്രിഞ്ചടിച്ച് സ്റ്റുപ്പിഡ് ആയിട്ടുള്ളവരെ പ്രേമിക്കാൻ നടക്കുമെന്നും പറഞ്ഞ് അധികം വൈകാണ്ട് തന്നെ യോക്കോ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. രാത്രി രണ്ടാളും കൂടെ പുറത്തേക്ക് പോയി. അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ബിൽഡിംഗ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരവിടെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ അവന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു. അതിനനുസരിച്ച് ആ ബിൽഡിങ്ങിൽ നിന്നും ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള മെസ്സേജും, അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്റെ കൂടെ എന്നും വേണം എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആൾക്കാർ ക്രിസ്മസ് ദിനം ആവുമ്പോൾ ആശംസകൾ അയക്കാൻ വേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങില് നേരത്തെ വന്ന് ബുക്ക് ചെയ്യാറുണ്ട്. ഇത് കേട്ട് ഹിനാക്കോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവര് കയറി. അവിടെ കപ്പിൾസിന്റെ പേരെഴുതി സ്റ്റിക്ക് ചെയ്യുന്നത് കണ്ട് അവരും അതുപോലെ ചെയ്തു. കൂടാതെ ഒരു ലോക്കും ഇട്ടു. പുറത്ത് ഇതേ സമയം സ്നോഫാൾ ഉണ്ടായി. ഇത് കണ്ട് അവൾക്ക് സന്തോഷമായി. കാരണം സ്നോഫോൾ കഴിയുമ്പോൾ കടലില് നല്ല വേവ്സ് ഉണ്ടാവാറുണ്ട്. ഇത് റൈഡ് ചെയ്താൽ നമ്മുടെ ആഗ്രഹം സഫലമാകും എന്നാണ് അവളുടെ വിശ്വാസം. അവർ രണ്ടാളും മാത്രമായിട്ട് ഒരു കാടിനുള്ളിൽ ഫുഡൊക്കെ കഴിച്ച് ക്രിസ്മസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അവനപ്പോ താനിനി ഒറ്റയ്ക്ക് വീടെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞു.
എന്നാൽ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ അവൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ തന്നെ എത്തിക്കോളാം എന്ന് മിനാക്കോ അവക്ക് വാക്കു കൊടുത്തു. അടുത്ത ദിവസം ഷോപ്പിൽ നിൽക്കുമ്പോൾ ഹിനാക്കോന് ഒരു മെസ്സേജ് വരാണ്. മിനാക്കോ ഒറ്റയ്ക്ക് സർഫ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാണ്. ഈ മെസ്സേജ് കണ്ടതും അവൾ ജോലിയൊക്കെ വേഗം തീർത്ത് ബീച്ചിലേക്ക് വെച്ചു പിടിച്ചു. തന്നെ കൂട്ടാണ്ട് അവൻ ഒറ്റയ്ക്ക് സർഫ് ചെയ്യാൻ പോയാല് അവക്ക് ഇത്തിരി പരിഭവവുമുണ്ട്. എന്നാൽ ബീച്ചിലേക്ക് എത്തിയതും അവിടെ ആംബുലൻസും ആൾക്കാരുമൊക്കെ കൂടി നിൽക്കാണ്. ഇത് കണ്ടപ്പോഴേ അവൾക്ക് തല ചുറ്റാൻ തുടങ്ങി. ഹിനാക്കോന്റെ പൊട്ടിയ സർഫിംഗ് ബോർഡ് കൂടെ കണ്ടതും അവന് എന്തോ പറ്റിയെന്ന് അവൾക്കുറപ്പായി. അവിടെ വെച്ച് തന്നെ അവള് ബോധം കെട്ടു വീണു. അതെ, നമ്മുടെ മിനാത്തോ മരിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം അവൾക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനേ കഴിയുന്നില്ല. റൂമിൽ ഒരു മൂലയ്ക്ക് തലയും പിടിച്ച് കോൾ ഒന്നും അറ്റൻഡ് ചെയ്യാണ്ട് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഹിനാക്കോ. ഇവളെക്കുറിച്ച് ഒരു വിവരവും അറിയാത്തത് കൊണ്ട് യോക്കോയും വസാബിയും അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കൂടെ മിനാത്തോന്റെ കുറച്ച് സാധനങ്ങളും അവര് കൊണ്ടുവന്നു. വസാബി ചെന്ന പാടെ തന്നെ മിനാത്തോന്റെ കാര്യം പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ കാരണമാണ് അവൻ കടലിലേക്ക് പോയത്. ഞാനാ പറഞ്ഞേ ക്രിസ്മസ് കഴിഞ്ഞാൽ നല്ല വേവ്സ് ഉണ്ടാവുമെന്ന്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഹിനാക്കോയും കരയാൻ തുടങ്ങി. എന്നാൽ യോക്കോയ്ക്ക് ഇതെല്ലാം കണ്ട് ഇറിറ്റേറ്റഡ് ആയി. നിനക്ക് വേണേൽ ഈ സാധനങ്ങൾ സൂക്ഷിക്ക്, ഇല്ലെങ്കിൽ എടുത്ത് കള എന്ന് പറഞ്ഞ് അവള് ദേഷ്യത്തില് ഇറങ്ങിപ്പോയി. വസാബിയും യോക്കോന്റെ പുറകെ പോയി. അവര് കൊണ്ടുവന്ന സാധനങ്ങളില് അവന്റെ ഫോൺ ഉണ്ടായിരുന്നു. അവൾ ആ ഫോണിലേക്ക് വിളിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. അവൾക്ക് അവൻ എന്തുകൊണ്ടാണ് തന്നെ കൂട്ടാണ്ട് സർഫിങ്ങിന് പോയതെന്ന് അറിയണമെന്നുണ്ട്. അതിനുവേണ്ടി അവന്റെ ഫോൺ അവൾ എടുത്തു. എന്നാൽ അതിന്റെ പാസ്വേഡ് എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കിട്ടുന്നില്ല. അവൾ അതുകൊണ്ട് യോക്കോനെയും വസാബിനെയും കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നാൽ അവർക്കും അവളെ കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല. അവര് മീറ്റ് ചെയ്തത് മുന്നേ ഹിനാക്കോയും വസാബിയും വന്ന കോഫി ഷോപ്പിലാണ്. അവിടെ വെച്ച് ബ്രാൻഡ് ന്യൂ സ്റ്റോറി എന്ന പാട്ട് കേൾക്കാണ്. ഹിനാക്കോയും ഇത് കേട്ടിട്ട് ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോ അടുത്തിരുന്ന വെള്ളം വെച്ചിരുന്ന ഗ്ലാസ്സില് മിനാത്തോന്റെ രൂപം അവള് കണ്ടു. അവൾ ഉടനെ തന്നെ ഗ്ലാസ് എടുത്ത് മിനാത്തോ എന്ന് പറഞ്ഞ് അതിലേക്ക് നോക്കി. എന്നാൽ വേറെ ആർക്കും അത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഹിനാക്കോന് പ്രാന്താവുകയാണെന്ന് അവര് കരുതി. ഹിനാക്കോ പിന്നീട് വെള്ളം കാണുമ്പോഴെല്ലാം മിനാത്തോനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ അവൾ അത് കണ്ടുപിടിച്ചു. അവൾ എപ്പോഴൊക്കെ ബ്രാൻഡ് ന്യൂ സ്റ്റോറി എന്ന പാട്ട് പാടുന്നു അപ്പോഴെല്ലാം വെള്ളത്തിൽ മിനാത്തോ പ്രത്യക്ഷപ്പെടും. അവൾ അങ്ങനെ തെളിവിന് വേണ്ടി ഫോണും പിടിച്ച് ഒരു പാലത്തിൽ നിന്ന് പാടാൻ തുടങ്ങി. പ്രതീക്ഷിച്ച പോലെ മിനാത്തോ വെള്ളത്തിൽ വന്നു. എന്നാൽ ഇത് കണ്ട എക്സൈറ്റ്മെന്റിൽ അവളുടെ ഫോണ് വെള്ളത്തിലേക്ക് വീണു. എന്നാൽ ദേ വരുന്നടാ ഫോണ് മുകളിലേക്ക്. ഇതും കൂടെ കണ്ടതും അവൾ പാട്ടും പാടി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അപ്പൊ അവൾക്ക് വെള്ളത്തിൽ മിനാത്തോനെ കാണാൻ പറ്റി. അവള് തിരിച്ചു വന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിനാത്തോനെ കൊണ്ടുവന്നു. അവനും ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെയെങ്കിലും പരസ്പരം സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് രണ്ടാൾക്ക് സന്തോഷായി. അവന്റെ പാസ്വേഡ് ഇതുവരെ അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതെന്താണെന്ന് അവൾ ചോദിച്ചു. അന്ന് നീ എന്നെ കൂട്ടാണ്ട് സർഫിങ്ങിന് പോയത് എന്തിനാണെന്ന് എനിക്കറിയണം. മിനാത്തോ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് അത് നിന്നോട് പറയാണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് ഒരു സർപ്രൈസ് ചെയ്യാന്ന് കരുതി പോയതാ, വേറൊന്നുമില്ല. അല്ല, എന്റെ ഗേൾഫ്രണ്ട് ഒരാളുടെ ഫോണ് അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് തുറക്കുന്ന ഒരാളല്ലല്ലോ. ഇത് പറഞ്ഞ് അവൻ വിഷയം മാറ്റി. അങ്ങനെ രണ്ടാളും പഴയ പോലെ ഒന്നിച്ചായി. അവളവനെ ഒരു കുപ്പിയിലാക്കി പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി തുടങ്ങി. കപ്പിൾസൊക്കെ കൈപിടിച്ച് നടക്കുന്നത് കണ്ടിട്ട് അവളവനെ കുപ്പിന്ന് മാറ്റി ഒരു വാട്ടർ ബലൂണിന്റെ ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെ ഒരു ദിവസം ഇവർ ഒരുമിച്ച് പോകുമ്പോ ഹിനാക്കോ താഴെ വീഴാണ്. അപ്പോ അടുത്തു നിന്ന ഒരു പയ്യൻ അവളെ ഹെൽപ്പ് ചെയ്തു. ഇത് കണ്ട് നിസ്സഹായനായി നിൽക്കാണ് മിനാത്തോ. അവന് അവളെ ഫിസിക്കലി തൊടാനോ ഹെൽപ്പ് ചെയ്യാനോ കഴിയില്ല. ഈ കാര്യം പിന്നീട് അവൻ പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോ അവൾ അവനക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നീ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും വേണ്ട, വേറൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. നമ്മുടെ യോക്കോ കോഫി ഷോപ്പിൽ ജോലിക്ക് കയറി. ഒരു ദിവസം യോക്കോനെ കാണാൻ വസാബി വരാണ്. ഹിനാക്കോ കുപ്പിയിലും വാട്ടർ ബലൂണിലും വെള്ളം നിറച്ച് അതില് ചേട്ടൻ ഉണ്ടെന്ന് കരുതി നടക്കുവാണ്. നമുക്ക് എന്തേലും ചെയ്യണ്ടേ എന്ന് വസാബി ചോദിച്ചു. അത് ശരി, നീ ഇത്രയും നാള് അവളെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നോ? എടാ, നിനക്ക് അവളോട് പ്രേമമല്ലേ? നീ ഇത് അവളോട് പോയിട്ട് പറ, പേടിച്ചു തൂറി. ഇതും പറഞ്ഞ് യോക്കോ എഴുന്നേറ്റ് പോയി. ഹിനാക്കോ പോകുന്നിടത്തെല്ലാം വസാബിയെ അവളെ ഫോളോ ചെയ്തിരുന്നു. ഹിനാക്കോയോട് സിമ്പതി കലർന്ന ഒരു ഇഷ്ടവും അവനുണ്ട്. അങ്ങനെ അന്ന് ഹിനാക്കോ കൊടുത്ത ടവലുമായി അവളെ കാണാനായിട്ട് അവൻ പോയി. അവൻ അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എന്നാൽ അവളിത് കേട്ടതും പാനിക്കായി സോറിയും പറഞ്ഞ് ഓടി ടോയ്ലറ്റ് കയറി. പാവൻ ചെക്കന്റെ അവസ്ഥ. ടോയ്ലറ്റിൽ കയറിയിട്ട് അവൾ ഉടനെ മിനാത്തോനെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. വസാബി നല്ലൊരു ചെക്കനാ, എനിക്ക് നിന്റെ കൈ പിടിച്ച് ഒപ്പം നടക്കാനായിട്ട് ഇനി പറ്റില്ല.
നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് നിന്റെ കൈ പിടിച്ചില്ലേലും കുഴപ്പമില്ല. ഒരു പാട്ട് പാടിയ നീ വരുമല്ലോ. എനിക്ക് നിന്നെ മാത്രം സ്നേഹിക്കാൻ പറ്റൂ. ഇവളീ ടോയ്ലറ്റിൽ നോക്കി പിച്ചും പേയും പറയുന്നത് അവിടുത്തെ ഒരു ജോലിക്കാരി കണ്ട് അന്തം വിട്ടു നിന്നു. മിനാത്തോ അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. അപ്പോഴേക്കും വസാബി അവിടെ നിന്ന് പോയിരുന്നു. ഹിനാക്കോ അതുകൊണ്ട് അവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ട്രക്ക് കാറിലിടിച്ച് ആക്സിഡന്റ് ആയി കത്തിപ്പിടിക്കാണ്. ഇവള് വരുന്നത് കണ്ട് വസാബി അവളെ പ്രൊട്ടക്ട് ചെയ്തു. അതിനുള്ളിൽ ഒരാള് കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് പോവാൻ ശ്രമിച്ചെങ്കിലും അത് റിസ്ക് ആയതുകൊണ്ട് വസാബി അവളെ വിട്ടില്ല. മിനാത്തോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ രക്ഷിക്കാൻ പോയേനെ എന്ന് പറഞ്ഞ് അവള് ബ്രാൻഡ് ന്യൂ സ്റ്റോറി എന്ന പാട്ട് പാടി. അപ്പോ അടുത്തുള്ള പുഴയിൽ നിന്ന് മിനാത്തോ വന്ന് തീയണച്ചു. എന്നാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മരിച്ചയാളുടെ ആത്മാവ് പുകയായി മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. കൂടെ മിനാത്തോയും മറയുന്നത് കണ്ട് ഹിനാക്കോ ബഹളം വെക്കാൻ തുടങ്ങി. വസാബി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിന്നെ ചേട്ടൻ അവന്റെ ഹീറോ ആയിട്ടാണ് കണ്ടത്. നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് ചേട്ടൻ എന്തായാലും ഇഷ്ടാവില്ല. നീ മൂവ് ഓൺ ആവാണ്ട് മിനാത്തോന് സമാധാനവും കിട്ടില്ല. എന്ത് പറയണമെന്നറിയാണ്ട് ഹിനാക്കോ കരഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്കോടി. അവൾ പാട്ട് പാടിയപ്പോ മിനാത്തോ അവിടെ വന്നെങ്കിലും അവൻ ഭയങ്കര വീക്കായിരുന്നു. അവൾ അതിനുശേഷം മിനാത്തോനെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവന്റെ ഫ്യൂണറൽ ചടങ്ങിനൊന്നും അവള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അവന്റെ വീട്ടിലേക്ക് ഒരു ദിവസം അവള് പോയി. യോക്കോ അപ്പൊ മിനാത്തോന്റെ റൂം അവക്ക് കാണിച്ചു കൊടുത്തു. എന്റെ ചേട്ടൻ കുട്ടിയായിരുന്നപ്പോ ഒരു വട്ടം കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോ ഒരു കുഞ്ഞു പെൺകുട്ടി വന്ന് അവനെ രക്ഷിച്ചു. അതിനുശേഷമാണ് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഒരു ഫയർ ഫൈറ്റർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ പെൺകുട്ടി അവന്റെ ഹീറോ ആണെന്ന് അവൻ പറയുമായിരുന്നു. യോക്കോ ഇത് പറഞ്ഞ് മിനാത്തോന്റെ കുഞ്ഞിലത്തെ ഒരു ആൽബം ഹിനാക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപാടെ ഹിനാക്കോ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ കുട്ടിയായിരുന്നപ്പോ കടലിൽ മുങ്ങി ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ അമ്മ എന്ന് ചോദിച്ചു. അതെ, നമ്മുടെ കുട്ടി ഹിനാക്കോ തന്നെയാണ് അന്ന് കടലിൽ മുങ്ങിപ്പോയ മിനാത്തോനെ രക്ഷിച്ചത്. അവൾക്കെന്നാൽ വലുതായപ്പോ അതൊന്നും ഓർത്തെടുക്കാൻ സാധിക്കാതെ പോയി. മിനാത്തോന് അന്നും ഇന്നും അവൾ ഹീറോയാണ്. അവൾ ഉടനെ തന്നെ ആ ഇൻസിഡന്റ് ഉണ്ടായ ഡേറ്റ് നോക്കി അത് വെച്ച് അവന്റെ ഫോണ് അൺലോക്ക് ആക്കി. അതിൽ മിനാത്തോ അവൾക്ക് വേണ്ടി അയക്കാൻ വെച്ച ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഹിനാക്കോ, നീ അന്ന് പറഞ്ഞില്ലേ സ്നോഫോൾ കഴിഞ്ഞിട്ടുള്ള വേവ് നല്ലതാണെന്ന്. ദേ, ഞാൻ ആ വേവ്സിൽ സർഫ് ചെയ്തു. എന്റെ ആഗ്രഹങ്ങളൊക്കെ ഈ വേവ്സിൽ സർഫ് ചെയ്താൽ നടക്കുമെന്നല്ലേ നീ പറഞ്ഞത്? എന്നാ കേട്ടോ, ഇതാണ് എന്റെ ആഗ്രഹം. നിനക്കും നിന്റെ തിരകൾ കീഴടക്കാൻ പറ്റണം. മാത്രവുമല്ല ഫോർ എവർ എനിക്ക് നിന്റെ കൂടെ ഉണ്ടാവണം. ഹിനാക്കോന് ഇത് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടമായി. ശേഷം അവൾ ഒരു ലൈഫ് ഗാർഡായി ജോലി നോക്കാമെന്ന് തീരുമാനിച്ച് അതിന്റെ ഒരു കോഴ്സിന് ചേരും. ഇതേ സമയം നമ്മുടെ വസാബിയും യോക്കോയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. യോക്കോ അപ്പോ തനിക്ക് വസാബിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വസാബിയും ഇത് കേട്ട് കിളി പോയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം റെസ്റ്റോറന്റിൽ യോക്കോനെ കാണാൻ ഹിനാക്കോ പോയി. അപ്പോ യോക്കോ കുറച്ച് ചെറുപ്പക്കാർ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുമായിരുന്നു. സംഭവം വേറൊന്നുമല്ല, സിറ്റിയിൽ അപകടകരമാമിതം ഫയർ വർക്ക്സ് പണ്ട് നടത്തിയത് ഇവരാണ്. അന്ന് ഹിനാക്കോന്റെ അപ്പാർട്ട്മെന്റ് കത്തിയത് ഓർമ്മയില്ലേ? അതുപോലെ അടുത്ത ഒരു ഫയർ വർക്ക്സ് നടത്താനുള്ള പ്ലാനിലാണ് ഇവര്. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ഇത് പൊട്ടിക്കാൻ വേണ്ടി അവര് തീരുമാനിച്ചത് മനസ്സിലാക്കി ഹിനാക്കോയും യോക്കോയും ആ പിള്ളേരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരാണത് ചെയ്യുന്നതെന്ന് കാണിക്കാൻ തെളിവ് വേണമല്ലോ. സോ അവര് പടക്കം പൊട്ടിക്കുന്നത് മറഞ്ഞിരുന്ന് യോക്കോ വീഡിയോ എടുക്കും. എന്നാൽ കഷ്ടകാലത്തിന് ആ ബിൽഡിങ്ങിലും തീ പിടിക്കും. അവിടെ വെച്ച് യോക്കോന്റെ കാലിന് ഇഞ്ചുറി ആവും. മാത്രവുമല്ല അവരിറങ്ങേണ്ട വഴിയിലും തീ കാരണം ബ്ലോക്ക് ആവും. അങ്ങനെ അവരവിടെ പെട്ടുപോവാണ്. ഇതേ സമയം ഫയർ ഫൈറ്റേഴ്സ് കാര്യമറിഞ്ഞ് അങ്ങോട്ടേക്കെത്തും. എന്നാൽ ആ നീളം കൂടിയ ബിൽഡിങ്ങിന്റെ മുകളിൽ വരെ വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും. ഈ ഒരു അവസ്ഥയിൽ മിനാത്തോനെ വിളിച്ചാൽ പിന്നീട് ഒരിക്കലും ഹിനാക്കോയ്ക്ക് അവനെ കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്നാൽ അവന്റെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ഹിനാക്കോ അവനെ വിളിക്കുകയാണ്. മിനാത്തോ തന്റെ സ്ട്രെങ്ത് മുഴുവനും എടുത്ത് ആ ബിൽഡിങ്ങിന്റെ തീ അണയ്ക്കാണ്. വെള്ളത്തിനുള്ളിൽ വെച്ച് യോക്കോയും തന്റെ സഹോദരനെ കണ്ടു. അങ്ങനെ ഹിനാക്കോന്റെ ആത്മാവ് അവരെ രക്ഷിച്ച് ഭൂമിയിൽ നിന്ന് പോയി. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. ക്രിസ്മസ് ദിനത്തിൽ അവർ മൂന്നാളും കൂടെ ഹിനാക്കോന് ലൈഫ് സേവർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണം. വസാബിയും യോക്കോയും ഇപ്പോൾ ഡേറ്റിംഗിലുമാണ്. അന്ന് ആ പടക്കം പൊട്ടിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്. ഹിനാക്കോ കഴിഞ്ഞ കൊല്ലം മിനാത്തോന്റെ കൂടെ പോയ ആ ബിൽഡിങ്ങിലേക്ക് ഇവരെ രണ്ടാളെയും അവൾ പറഞ്ഞു വിട്ടു. അപ്പോ അവൾ ആ പാട്ട് പാടി വെള്ളത്തിലേക്ക് നോക്കി വിതുമ്പി. ഈ മെസ്സേജ് ഹിനാക്കോക്ക് വേണ്ടി മിനാത്തോ തന്നതാണ്. ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി.
ഹാപ്പി ക്രിസ്മസ് ഹിനാക്കോ. ഇനിയുള്ള എല്ലാ ക്രിസ്മസും നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാം. ഫോർ എവർ ആൻഡ് എവർ. കഴിഞ്ഞ കൊല്ലം മിനാത്തോ അവിടെ എഴുതി ഏൽപ്പിച്ച ആ മെസ്സേജ് കേട്ട് ഹിനാക്കോ പൊട്ടിക്കരഞ്ഞു. സിനിമയുടെ അവസാനത്തിൽ ഹിനാക്കോ കോസ്റ്റ് ഗാർഡായി ജോലി ചെയ്ത് സർഫിംഗ് ഒക്കെ ചെയ്ത് തന്റെ ജീവിതത്തിൽ മൂവ് ഓൺ ആയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.